ഓം നമഃശിവായ. 2025 ജനുവരി മാസം 29-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലം പറയുവാൻ വേണ്ടി 28-ാം തീയതി പ്രഭാതത്തിൽ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കിട്ടിയ പ്രശ്നഫലമാണ് നക്ഷത്രഫലമായിട്ട് പറയുന്നത്. ഗ്രഹസ്ഥിതി കൂടി പറഞ്ഞു തരാം. ഗ്രഹസ്ഥിതി പ്രകാരം രാഹു നിൽക്കുന്നത് മീനൻ രാശിയിലാണ്, വ്യാഴം നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്, ചൊവ്വ നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ്, കേതു കന്നി രാശിയിൽ നിൽക്കുന്നു, സൂര്യനും ചന്ദ്രനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു, ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. അപ്പോൾ മേടക്കുറുകാരുടെ കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നക്ഷത്രഫലം ആരംഭിക്കാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധൻ 10-ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. പക്ഷെങ്കിൽ ഈ ബുധൻ മൗഢ്യനായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ബുധനോടൊപ്പം തന്നെ സൂര്യനും ചന്ദ്രനും കൂടി നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. സമ്പത്തും ആരോഗ്യവും പുതിയ വസ്ത്രങ്ങൾ പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെ നല്ല നല്ല അനുഭവങ്ങൾ ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പണത്തിന് പ്രാധാന്യം വന്നിരുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഒരുപക്ഷെ വന്നു ചേർന്നാൽ പോലും അതൊക്കെ ശത്രുത കൊണ്ട് ഇല്ലാതായി പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. കാരണം ഈ ബുധൻ മൗഢ്യത്തിലാണ്, ബുധനോടുകൂടി സൂര്യൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ ഈ ബുധനാഴ്ച ദിവസം 50:50 സുഖവും ദുഃഖവും ഒപ്പത്തിനൊപ്പം കടന്നു പോകുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൂടാതെ നേത്രരോഗവും ത്വക്ക് രോഗവും മാതാവിന് ദോഷവും പിതാവിന് ദോഷവും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ ശോഭിച്ച് ഉന്നതമായ നിലയിൽ എത്തിച്ചേരേണ്ട ഒരു ദിവസമാണ്. പ്രാസംഗികർ, ശാസ്ത്രകാരന്മാർ, ധനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ നല്ല ജീവിത സാഹചര്യങ്ങളിൽ എത്തിച്ചേരേണ്ട ഒരു ദിവസമാണ്. സൽഗുണസമ്പന്നരായിട്ട് ശോഭിക്കേണ്ട ഒരു ദിവസമാണ്. എന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകാതെ ശത്രുത മൂലം പല കാര്യങ്ങളിലും തടസ്സം നേരിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അപ്പോൾ അതുകൊണ്ട് തടസ്സപ്പെട്ടു പോകാനാണ് കൂടുതലും സാധ്യത. ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവിന് ദോഷം, മാതാവിന് ദോഷം, അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധുക്കളുടെ ശത്രുത, അപ്പോൾ അങ്ങനെയുള്ള സഹോദരങ്ങളുടെ ശത്രുത, അങ്ങനെയുള്ള സമ്മിശ്രമായ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകും. സന്തോഷം പൂർണ്ണമായിട്ടും വന്നു ചേരുവാൻ സാധ്യത കുറവാണ്. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകണമെന്നില്ല. എല്ലാം ഒരു ശരാശരി രീതിയിൽ കൂടി പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ബുധൻ മൗഢ്യത്തിലാണ്. ബുധൻ്റെ കൂടെ നിൽക്കുന്നത് സൂര്യനാണ്, ചന്ദ്രനാണ്. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഒരുപക്ഷെ നേട്ടങ്ങൾ ഉച്ചവരെ വന്നു ചേർന്നാൽ പോലും ഉച്ച കഴിഞ്ഞ് ആ നേട്ടങ്ങളെല്ലാം കോട്ടങ്ങളായി മാറുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അവർക്ക് സുഖസ്വസ്ഥത ദേഹത്തിന് മാത്രം അനുകൂലമാകണമെന്നില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ, പിതാവിന് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, അങ്ങനെ പല വിധത്തിലുള്ള ദോഷവശങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ശത്രുത മൂലമൊക്കെ ഉള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ പ്രതികൂലമായ ജീവിത സാഹചര്യത്തിൽ കൂടി ഈ നാളുകാർ കടന്നു പോകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പലവിധമായ പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് മിഥുനക്കൂറുകാർ അറിഞ്ഞിരിക്കുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. അറിവുകൊണ്ടും കഴിവുകൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഒക്കെ ഒരു പക്ഷെങ്കിൽ ശത്രുതകളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മിഥുനക്കൂറുകാർ മനസ്സിലാക്കുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം സുഖം സ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമാകണമെന്നില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ഇവർക്ക് സുഹൃത്തുക്കളുടെ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിതം ശോഭിക്കണമെന്നില്ല. അതുപോലെ തന്നെ ബുദ്ധി പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കലാകാരന്മാർ കലാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജീവിത വിജയം നേടുവാൻ വേണ്ടി അല്ലെങ്കിൽ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാൻ വേണ്ടി പരമാവധി ശ്രമിച്ചാൽ പോലും പ്രവർത്തിച്ചാൽ പോലും അത് ശത്രുത കൊണ്ട് അതൊക്കെ പരാജയമായി മാറുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് കർക്കിടകക്കൂറുകാർ മനസ്സിലാക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് ഈ ബുധനാഴ്ച ദിവസം അവരെ സംബന്ധിച്ച് ശത്രുശല്യം ഉണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ദോഷകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽ ഗുണമൊക്കെ അനുകൂലമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ലെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്.
അപ്പോൾ അതവർക്ക് വളരെ ഗുണകരമായ ഒരു അനുഭവം തന്നെയാണ്. പക്ഷെങ്കിൽ ശത്രുശല്യം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാനിടയുണ്ട്. കലഹത്തിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്, ശത്രുശല്യം ഉണ്ടാകുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കുറിച്ചുള്ള നല്ലൊരു അഭിപ്രായം വന്നു ചേരുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ശത്രുത മൂലം ഇതൊക്കെ ഇല്ലാതാകുവാനും സാധ്യതയുണ്ട്. എങ്കിലും ഈശ്വരവിശ്വാസം വർദ്ധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവഭക്തിയോട് ജീവിക്കാനും ഒക്കെ ശ്രമിക്കുന്നൊരു ദിവസമാണ്. സുഖാനുഭവ യോഗങ്ങളൊക്കെ വന്നു ചേരേണ്ട ദിവസമാണ്. അതൊക്കെ ശത്രുതയാൽ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് കന്നിക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് ഈ ബുധനാഴ്ച ദിവസം സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തിക്താനുഭവങ്ങൾ വന്നു ചേരാം. അതായത് ബുധനാഴ്ച ദിവസം ഉച്ചവരെ അവർക്ക് നേട്ടങ്ങൾ ഒരുപക്ഷെ വന്നു ചേർന്നേക്കാം, അല്ലെങ്കിൽ നേട്ടങ്ങൾ സൂചിപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാമെങ്കിലും ഉച്ച കഴിഞ്ഞ് അതെല്ലാം നിരാശയുടെ വക്കിലെത്തി ശത്രുത കൊണ്ട് അതൊക്കെ ഇല്ലാതാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വാഹനം ഓടിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുത വന്നു ചേർന്ന് വാഹനങ്ങൾക്കൊക്കെ അപകടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നമ്മളത് എത്ര ഒതുങ്ങിപ്പോയാലും അല്ലെങ്കിൽ നമ്മളെത്ര സഹിഷ്ണുതയോടുകൂടി പെരുമാറിയാലും ശത്രു ആഞ്ഞടിച്ച് ദോഷം ചെയ്യുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പല നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള നഷ്ടങ്ങൾ, ബന്ധുക്കളുടെ നഷ്ടം, അല്ലെങ്കിൽ ബന്ധുക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെയാണ് ഈ തുലാക്കൂറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിന് ശത്രുത, പിതാവിന് ശത്രുത, ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് തുലാക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, അനുരം കേട്ട നാളുകാരെക്കുറിച്ച് പറയാം. അവർക്ക് ജനുവരി മാസം 21-ാം തീയതി അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായി ചൊവ്വ അഷ്ടമത്തിലേക്ക് കടന്നു ചെന്നു. ഭാഗ്യഭാവം വിട്ട് അഷ്ടമത്തിലേക്ക് കടന്നു ചെന്നു. ഇപ്പോൾ 21-ാം തീയതി മുതൽ വളരെ മോശമായ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വൃശ്ചികക്കൂറുകാർ കടന്നു പോവുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബുധനാഴ്ച ദിവസം നാളെ അവർക്ക് ശത്രുത അടഞ്ഞ അനുഭവങ്ങളൊക്കെ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളൊന്നും തന്നെ വന്നു ചേരാനുള്ള സാധ്യതയില്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ധനനഷ്ടം, അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടുള്ള ശത്രുത, അഭിപ്രായ വ്യത്യാസം, അവർക്കുണ്ടാകുന്ന നഷ്ടം, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലെ പ്രതിസന്ധികൾ, മാതാവിന് ദോഷങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. നേട്ടങ്ങളൊന്നും തന്നെ വന്നു ചേരത്തില്ല. വന്നാൽ പോലും ശത്രുതകൾ കൊണ്ടൊക്കെ ഇല്ലാതായിപ്പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ നിർഭാഗ്യവശാൽ ശത്രുതകൾ കൊണ്ട് അതൊക്കെ ഇല്ലാതായി തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അപ്പോൾ ധനനേട്ടം പ്രതീക്ഷിക്കുന്നവർക്ക് ഒരുപക്ഷേ നിരാശയായിരിക്കും. കലാകാരന്മാരായിട്ടുള്ളവർക്കൊക്കെ കലാപരമായ മേഖലകളിൽ കഴിവ് തെളിയിച്ച് ധനം നേടുവാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നു. പക്ഷെങ്കിൽ അതൊക്കെ ശത്രുതകൾ കൊണ്ട് അതൊക്കെ ഇല്ലാതാകുവാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ പോലും അവിടെ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. സുഖാനുഭവങ്ങളൊന്നും തന്നെ അനുഭവത്തിൽ വന്നു ചേരണമെന്നില്ല. അങ്ങനെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. 2-ാം ഭാവത്തിൽ ബുധൻ മൗഢ്യനായിട്ട് നിൽക്കുന്നു. സൂര്യനും ചന്ദ്രനും അവിടെ ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ഒരു 50% നേട്ടം, 50% കോട്ടം എന്നിങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർ നല്ല മനസ്സുകൊണ്ടും നല്ല പ്രവൃത്തികൾ കൊണ്ടും നല്ല ആശയങ്ങൾ കൊണ്ടും ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നത് കൊണ്ടും കലാരംഗത്തും ജീവിതത്തിലും ഉയർച്ച നേടേണ്ട ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. എന്നാൽ അതിന് സാധിച്ചെന്ന് വരികയില്ല. കാരണം ഇവർക്ക് ഈ വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന ഗ്രഹമാണ്, ഭാഗ്യത്തെ കൊടുക്കുന്ന ഗ്രഹമാണ് ബുധൻ. നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ആശയങ്ങളെ കൊടുക്കുന്ന ഗ്രഹമാണ് ബുധൻ. സരസ്വതി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുന്നത് ബുധനിൽ കൂടിയാണ്. അപ്പോൾ ഈ ഗ്രഹം മൗഢ്യത്തിലാണ്, സൂര്യനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മൗഢ്യത്തിലാണ്. അപ്പോൾ നാളെ ഇത്തരം കഴിവുകളിൽ കൂടി ഈ മകരക്കൂറുകാർക്ക് ശോഭിക്കാൻ പറ്റിയെന്ന് വരികയില്ല. പിതാവിന് ദോഷം സംഭവിക്കാം, ആപത്തനർത്ഥങ്ങൾ വന്നു ചേരാം, മാതാവിന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. ഇവർക്ക് തന്നെ, ഈ ജാതകർക്ക് തന്നെ, ഈ നാളുകാർക്ക് തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ നിലവിലുള്ള തൊഴിൽ സാഹചര്യത്തിൽ പ്രതിസന്ധി ഒന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ കൂടി ബുധനാഴ്ച ദിവസം മകരക്കൂറുകാർ കടന്നു പോകും.
ഇനിയും കുംഭക്കൂറുകാരുടെ കാര്യം പറയാം. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പുരട്ടാതി മുക്കാൽ നാളുകാർക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാം, കാര്യവിജയം പ്രതീക്ഷിക്കാം, വിദ്യ കൊണ്ടുള്ള അറിവ് കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വലിയ ദോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ശത്രുതയാൽ അവർക്ക് ധനപരമായിട്ടുള്ള വിഷയം ശത്രുതയായിട്ട് വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ചില ആസക്തികളൊക്കെ അവരിൽ വന്നു ചേർന്ന് ആ ആസക്തികൾ അവർ അടിമപ്പെട്ട് തെറ്റായ വഴികളിൽ കൂടി സഞ്ചരിക്കുവാൻ സാധ്യതയുണ്ട്. കോപം വന്നു ചേർന്ന് അവരുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേട്ടങ്ങൾ വന്നു ചേരാമെങ്കിലും കോട്ടങ്ങളാണ് കൂടുതലായിട്ടും അവരെ ദുഃഖിപ്പിക്കുന്നത്. അതായത് 50% സുഖം, 50% ദുഃഖം. അപ്പോൾ ഇന്നിങ്ങനെയുള്ളൊരു അനുഭവത്തിൽ കൂടി കടന്നു പോകും. ധനനേട്ടമോ അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമോ ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ അവരുടെ അറിവ് കൊണ്ട് ഒരു കാര്യവിജയം നേടിയെടുത്താൽ പോലും ശത്രുത മൂലം അവർക്ക് പലവിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. പ്രത്യേകിച്ച് തെറ്റായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി, തെറ്റായ മാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ആസക്തികൾ വർദ്ധിക്കുന്നൊരു ദിവസമാണ്. കോപത്തിൽ അടിമപ്പെട്ട് കോപം മൂലം പല തെറ്റായ പ്രവർത്തനങ്ങളും ചെയ്യുന്നൊരു ദിവസവുമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ ബുധൻ 11 നിന്നാൽ നല്ല ഭാര്യ, നല്ല ദാമ്പത്യ ജീവിത വിജയം, നല്ല മക്കൾ, വീട് വസ്തു വാഹനം കൊണ്ടുള്ള നല്ല നേട്ടങ്ങൾ. അപ്പോൾ അങ്ങനെ സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. ലാഭകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷേങ്കിൽ ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധൻ മൗഢ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇപ്പറഞ്ഞ നേട്ടങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയില്ല. പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം, മാതാവിനും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാര്യവിജയം തീർച്ചയായിട്ടും ഉണ്ടാകണമെന്നില്ല എന്നുള്ളൊരു അനുഭവം കൂടി ഉണ്ടാകും. അപ്പോൾ ഈ ബുധൻ മൗഢ്യനായിട്ട് നിൽക്കുന്നതുകൊണ്ട് പല പ്രകാരത്തിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് ഇല്ലാതാകുന്നു. ശത്രുത മൂലം പല പ്രകാരത്തിലുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഉച്ചവരെയുള്ള അനുഭവം കൊണ്ട് നേട്ടമായിരിക്കാം, പക്ഷെങ്കിൽ ഉച്ച കഴിഞ്ഞ് അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ബുധൻ എപ്രകാരമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ അനുഭവങ്ങളെ കൃത്യമായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല അറിവ്, നല്ല കഴിവ്, നല്ല പാണ്ഡിത്യം, വിജ്ഞാനം, നല്ല ജോലി, നല്ല ഉദ്യോഗം, ആരോടും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെയുള്ളൊരു ജാതകനാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ബുധനാഴ്ച ദിവസം വലിയ ദോഷമൊന്നും സംഭവിക്കത്തില്ല. ശരാശരി ഒരു ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. എന്നാൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നുമില്ലാത്തൊരു ജാതകനാണെങ്കിൽ ബുധനാഴ്ച ദിവസം യാതൊരുവിധ നേട്ടവും വന്നു ചേരാതെ ശത്രുത മാത്രമായിരിക്കും വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. മനുഷ്യ ജീവിതത്തിൽ എല്ലാ ദിവസവും ധനപരമായ നേട്ടവും അല്ലെങ്കിൽ ഉയർച്ചയും ഉണ്ടാകണമെന്നില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാ ദിവസവും നക്ഷത്രഫലത്തിന് വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും കോടീശ്വര യോഗം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ, കോടീശ്വര യോഗമില്ലാത്ത ദിവസങ്ങളിൽ ഈ വ്യൂവേഴ്സ് ഉണ്ടാകത്തില്ല. കാരണം അത് പ്രിയപ്പെട്ടവർ അതൊന്നും ആ ഒരു തെറ്റായ ചിന്താഗതിയൊന്നും മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം, മനുഷ്യജീവിതം സമ്മിശ്രമാണ്, സുഖദുഃഖ സമ്മിശ്രമാണ്. അപ്പോൾ സുഖത്തെക്കുറിച്ചും അറിയണം, ദുഃഖത്തെക്കുറിച്ചും അറിയണം, നേട്ടങ്ങളെക്കുറിച്ചും അറിയണം, കോട്ടങ്ങളെക്കുറിച്ചും അറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കേൾക്കണം. ഞാനിത് പല പ്രാവശ്യം ഈ വീഡിയോയിൽ കൂടി വ്യൂവേഴ്സിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ധനയോഗം അല്ലെങ്കിൽ ധനനേട്ടം എന്ന് പറയുന്ന ദിവസങ്ങളിൽ മാത്രമേ വ്യൂവേഴ്സ് ഉള്ളൂ, അല്ലാത്ത ദിവസങ്ങളിലൊന്നും വ്യൂവേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഒരു സഹകരണ ബുദ്ധിയാൽ എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കണം. ഞാൻ നിത്യവും വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പരിഗണന പ്രിയപ്പെട്ടവർ എനിക്ക് നൽകണം. എല്ലാ ദിവസവും ഇതിനകത്ത് നിന്ന് വരുമാനം നോക്കിയല്ല ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു കാര്യമായിട്ടുള്ള വരുമാനമൊന്നുമില്ല. നമ്മൾ ചിലവഴിക്കുന്ന സമയത്തിൻ്റേതായിട്ടുള്ള വരുമാനമൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് മനുഷ്യജീവിതം സുഖദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതമാണെന്ന് മനസ്സിലാക്കുക. സുഖവും ദുഃഖവും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാളെ ആപത്താണോ അനർത്ഥമാണോ ധനനേട്ടമാണോ എന്നുള്ളത് വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കണം. ധനനേട്ടത്തെക്കുറിച്ച് മാത്രം അറിയാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കണം. അതൊരു റിക്വസ്റ്റാണ്. നിങ്ങളത് സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ചില ദിവസങ്ങളിൽ ഗ്രഹങ്ങൾ നമുക്ക് ഉത്തമമായ സ്ഥാനത്തായിരിക്കും. അവിടെ ശത്രുത ആഗ്രഹത്തിന് വന്നു ചേരത്തില്ല, അല്ലെങ്കിൽ നീചമോ മൗഢ്യമോ വന്നു ചേരത്തില്ല. കേന്ദ്രഭാവത്തിലൊക്കെ ആയിരിക്കും. മറ്റൊരു ശുഭഗ്രഹം അതിനെ വീക്ഷിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് മനുഷ്യജീവിതത്തിൽ ധനനേട്ടവും കാര്യവിജയവും ഈ കോടീശ്വര യോഗവും ഒക്കെ ഉണ്ടാകുക.
എന്നാൽ തൊട്ടടുത്ത ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അത് മനുഷ്യജീവിതത്തിൽ അങ്ങനെയാണല്ലോ. നമ്മൾ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ ഒക്കെ ഒരു ആപത്തോ അനർത്ഥങ്ങളോ ഒക്കെ സംഭവിക്കുക. അതെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ നേട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമുക്കൊരു അപമൃത്യു അല്ലെങ്കിൽ ഒരു അപകടം അല്ലെങ്കിൽ ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ധനം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളിൽ വന്നു ചേരുന്ന ധനം നിലനിൽക്കത്തുള്ളൂ. കാരണം ആ ധനം നമുക്ക് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെങ്കിൽ അടുത്ത നിമിഷം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞ് ജീവിക്കാൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കുവാൻ ശ്രമിക്കണം. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.